ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. 2025 പല പരീക്ഷകളുടെ സിലബസ് ഇതിനോടകം തന്നെ PSC റിലീസ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിനും 15 മാർക്കിനും കറണ്ട് അഫയേഴ്സിൻ്റെ മേഖല PSC ഉൾപ്പെടുത്തിയതായിട്ട് നമുക്കൊക്കെ തന്നെ മനസ്സിലാവുകയും ചെയ്തു. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നോബൽ പ്രൈസ് എന്നുള്ളത്. 2024 നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറ്റിയും അവർക്ക് ഏത് മേഖലയിലെ അവരുടെ സംഭാവനകൾക്കാണ് നോബൽ പ്രൈസ് നൽകി അവരെ ആദരിച്ചത് എന്നുള്ള കാര്യമൊക്കെ തന്നെ പല പരീക്ഷകളിൽ ഇതിനോടകം ചോദിച്ചിട്ടുള്ളതാണ്. 10th പ്രിലിംസിൻ്റെ ഇക്കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ചോദിച്ചൊരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നോബൽ പ്രൈസ് 2024 എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി 2025 ഒക്ടോബർ വരെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസംബർ വരെ നടക്കാൻ പോകുന്ന പല പരീക്ഷകൾക്കും അടുത്ത നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് നടക്കാൻ പോകുന്ന പല പരീക്ഷകൾക്കും ചോദിക്കുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് 2024 നോബൽ പ്രൈസ് പട്ടിക എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നമുക്ക് 2024 പ്രധാനപ്പെട്ട നോബൽ പ്രൈസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നോക്കാം. ഇപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോബൽ പ്രൈസിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് നോക്കാം. നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് നോബൽ പ്രൈസ് എന്നുള്ളതാണ്. സോ ആരാണ് ഈ നോബൽ? ആൽഫ്രഡ് നോബൽ മാനവികതയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ ഭൗതികശാസ്ത്രം, രസതന്ത്രം, മെഡിസിൻ, സാഹിത്യം, സമാധാനം എന്നീ മേഖലകളിലെ പ്രതിഭാധനർക്ക് അവരെ ആദരിക്കുവാൻ വേണ്ടിയും അവരുടെ ബഹുമതികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ആൽഫ്രഡ് നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആൽഫ്രഡ് നോബൽ തൻ്റെ വിൽപത്രത്തിൽ തൻ്റെ സ്വത്തിലെ ഒരു ഭാഗം ഈ നോബൽ പ്രൈസ് വിന്നേഴ്സിന് നൽകാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ആൽഫ്രഡ് നോബലിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സർവ്വ സ്വത്തുക്കളും അദ്ദേഹം ഒരു വിൽപത്രത്തിൽ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ആദരിക്കാൻ വേണ്ടി നൽകി. സോ അതിൻ്റെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ ഈ നോബൽ പ്രൈസ് എല്ലാ കൊല്ലവും നമ്മുടെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച പല മഹത്തായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തികളെ, സയൻറ്റിസ്റ്റുകളെയൊക്കെ തന്നെ ആദരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ നോബൽ പ്രൈസ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ഏതൊക്കെ മേഖലകളിലാണ് നോബൽ പ്രൈസ് നൽകുന്നത്? മെഡിസിൻ, കെമിസ്ട്രി, ഫിസിക്സ്, ലിറ്ററേച്ചർ, പീസ്, ഇക്കണോമിക്സ് തുടങ്ങിയ 6 മേഖലകളിലെ മഹത്തായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനാണ് നമ്മൾ നോബൽ പ്രൈസ് നൽകാറുള്ളത്. ഒരിക്കൽ കൂടി പറയാം: വൈദ്യശാസ്ത്രം, രസതന്ത്രം, ഭൗതികശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം. ഈ 6 മേഖലകളിലെ കോൺട്രിബ്യൂഷൻസിന്, സംഭാവനകൾക്ക്, മാനവികതയ്ക്കും മറ്റും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ, ശാസ്ത്രജ്ഞരെ, സമാധാനത്തിന് വേണ്ടിയൊക്കെ തന്നെ നിലകൊണ്ട പ്രസ്ഥാനങ്ങളെ ഒക്കെ തന്നെ ആദരിക്കുവാൻ വേണ്ടിയാണ് നോബൽ പ്രൈസ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി 2024 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വൈദ്യശാസ്ത്രമാണ്, മെഡിസിൻ. സോ വൈദ്യശാസ്ത്ര രംഗത്തെ 2024 നോബൽ പ്രൈസിന് അർഹരായവർ വിക്ടർ അംബ്രോസും ഗാരി റോവ്ഗിനുമാണ്. ഇരുവരും USA നിന്നുള്ളവരാണ്. വിക്ടർ അംബ്രോസ്, ഗാരി റോവ്ഗിൻ. USA ആണ്. സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ സ്വദേശം ഏതാണെന്ന് ചോദിക്കാം. അതുകൊണ്ട് ഓർത്തു വെക്കുക, വിക്ടർ അംബ്രോസ് ആൻഡ് ഗാരി റോവ്ഗിൻ ഇരുവരും USA നിന്നുള്ളവരാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ നോബൽ പ്രൈസിനെ പറ്റി പഠിക്കുമ്പം ആർക്ക് കിട്ടി അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് കിട്ടി എന്നുള്ളതിന് പകരം അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സംഭാവന എന്താണെന്നുള്ളത്. കാരണം PSC ഇപ്പോൾ വാട്ട്, വെയർ, ഹൗ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളെയൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. സോ എന്താണ് വിക്ടർ അംബ്രോസിൻ്റെയും ഗാരി റോവ്ഗിൻ്റെയും സംഭാവന? മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്തതിനാണ് ഇരുവർക്കും നോബൽ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. 2024 വൈദ്യശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് നോബൽ പുരസ്കാരം കിട്ടിയത് വിക്ടർ അംബ്രോസും ഗാരി റോവ്ഗിനുമാണ്. ഇരുവരും USA നിന്നുള്ളവരാണ്. ഇവരുടെ സംഭാവന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്രോ RNA, ഇവിടുത്തെ കീവേഡ് മൈക്രോ RNA എന്നുള്ളതാണ്. സോ മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ
അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്തതിനാണ് ഈ വർഷത്തെ നോബൽ പുരസ്കാരത്തിന് 2024 നോബൽ പുരസ്കാരത്തിന് ഇരുവരും അർഹരായത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത മേഖല നോക്കാം. ഭൗതിക ശാസ്ത്ര രംഗത്ത് നോബൽ പുരസ്കാരത്തിന് 2024 അർഹരായവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജോൺ ഹോഫീൽഡും ജിയോഫ്രി ഹിൻഡനുമാണ് ഫിസിക്സിൽ നോബൽ പുരസ്കാരം കിട്ടിയത്. ജോൺ ഹോഫീൽഡ്, ജിയോഫ്രി ഹിൻഡൻ. ജോൺ ഹോഫീൽഡ് USA നിന്നും ജിയോഫ്രി ഹിൻഡൻ കാനഡയിൽ നിന്നുമുള്ള സയൻറ്റിസ്റ്റാണ്. സോ ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ 2024 നോബൽ പുരസ്കാരത്തിന് അർഹരായവർ ജോൺ ഹോഫീൽഡും ജിയോഫ്രി ഹിൻഡനുമാണ്. ജോൺ ഹോഫീൽഡ് USA നിന്നും ഹിൻഡൻ കാനഡയിൽ നിന്നുമുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏത് മേഖലയിലെ സംഭാവനകൾക്കാണ്? നമ്മളൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നതല്ലേ. പലതിനും നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ സഹായം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ChatGPT തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലെ സംഭാവനയ്ക്കാണ് ജോൺ ഹോഫീൽഡിനും ജിയോഫ്രി ഹിൻഡനും നോബൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. നിർമ്മിത ന്യൂറൽ ശൃംഖലകൾ ഉപയോഗിച്ച് മിഷൻ ലേണിംഗ് സാധ്യമാക്കിയ മൗലികമായ കണ്ടെത്തലുകൾക്കും അതിനുള്ള മുന്നേറ്റം ഒക്കെ തന്നെ സാധ്യമാക്കിയതിനാണ് ഇരുവർക്കും ഇത്തവണത്തെ ഫിസിക്സിലുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ജോൺ ഹോഫീൽഡ്, ജിയോഫ്രി ഹിൻഡൻ ഇരുവർക്കും നോബൽ പുരസ്കാരം കിട്ടുവാൻ കാരണം നിർമ്മിത ന്യൂറൽ ശൃംഖലകൾ ഉപയോഗിച്ച് മിഷൻ ലേണിംഗ് സാധ്യമാക്കിയ കണ്ടെത്തലുകളും അതിന് മുന്നേറ്റത്തിനും ഒക്കെ തന്നെയാണ് ഇവർക്കുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. സോ AI ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. സോ മെഷീൻ ലേണിംഗ് സാധ്യമാക്കി നിർമ്മിത ന്യൂറൽ ശൃംഖലകൾ ഉപയോഗിച്ച് അതിനാണ് നമ്മുടെ ജോൺ ഹോഫീൽഡിനും ജിയോഫ്രി ഹിൻഡനും ഇത്തവണത്തെ ഫിസിക്സിലുള്ള നോബൽ പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം ഓർക്കുക. ജോൺ ഹോഫീൽഡ് USA നിന്നുള്ള വ്യക്തിയാണ്. ജിയോഫ്രി ഹിൻഡൻ കാനഡയിൽ നിന്നുള്ള വ്യക്തിയുമാണ്, കനേഡിയനുമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത വിഷയം നോക്കാം. രസതന്ത്രം, കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ഇത്തവണ 3 പേർക്കാണ് നോബൽ പുരസ്കാരം കിട്ടിയത്. ഒന്ന് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M. ജംബർ. സോ ഈ 3 പേർക്കുമാണ് 2024 കെമിസ്ട്രിക്ക് വേണ്ടിയുള്ള നോബൽ പുരസ്കാരം, രസതന്ത്രത്തിലെ നോബൽ പുരസ്കാരം കിട്ടിയത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M. ജംബർ 3 പേരാണുള്ളത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിൽ പുതുവഴിവെട്ടിയ ഡേവിഡ് ബേക്കറിനാണ് പുരസ്കാരത്തിൻ്റെ പകുതിയും ലഭിക്കുക. ഇതിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ് എന്നുള്ളതാണ് ഇത്തവണത്തെ കെമിസ്ട്രി എന്നുള്ള നോബൽ പുരസ്കാരം കിട്ടിയ വിജയികളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീവേഡ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിൽ പുതിയ വഴിവെട്ടിയ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഡേവിഡ് ബേക്കറിനാണ് പുരസ്കാരത്തിൻ്റെ പകുതിയും ലഭിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി ഭാഗം ഡെമിസ് ഹസാബിസിനും ജോൺ ജംബറിനും ചേർന്ന് പങ്കിടും. സോ 3 പേരാണെങ്കിലും പുരസ്കാരത്തിൻ്റെ പകുതിയും ലഭിക്കുക ഡേവിഡ് ബേക്കറിനാണ്. ഡെമിസ് ഹസാബിസിനും ജോൺ M. ജംബറും ബാക്കി പകുതിയുടെ 2ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ 2003 കമ്പ്യൂട്ടേഷണൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ തരം പ്രോട്ടീൻ നിർമ്മിച്ച ഡേവിഡ് ബേക്കർ ഈ രംഗത്ത് പുതിയ സാധ്യതകൾ തുറന്നിട്ടു. 2020 ഡെമിസ് ഹസാബിസും ജോൺ ജംബറും കൂടെ ചേർന്ന് അവതരിപ്പിച്ച ആൽഫ ഫോൾഡ് 2 എന്ന AI മോഡൽ പ്രോട്ടീനുകളുടെ ഘടന പ്രവചിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഈ കണ്ടെത്തലുകൾക്കാണ് നോബൽ അംഗീകാരം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. സോ 3 പേരുടെ സംഭാവനകളാണ് രസതന്ത്രത്തിന് നോബൽ പുരസ്കാരം 2024 ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, അതിൽ ഡേവിഡ് ബേക്കറാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ് നടത്തിയത്. ഡെമിസ് ഹസാബിസും ജോൺ M. ജംബറും 2020 ഇവിടെ AI സഹായത്തോടു കൂടി ഈ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിൽ പുതിയൊരു മോഡലൊക്കെ തന്നെ സൃഷ്ടിച്ചു. സോ ഇവർക്ക് 3 പേർക്കുമാണ് ഇത്തവണത്തെ കെമിസ്ട്രി 2024 നോബൽ പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീവേഡ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ് എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M. ജംബർ 3 പേരുണ്ട്. ആ 3 പേരുടെയും പേരുകൾ മറക്കരുത്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇക്കണോമിക്സിൽ നിന്നുള്ള 2024 നോബൽ പുരസ്കാര വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 3 പേരുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ 2024 3 പേർക്കാണ് നോബൽ പുരസ്കാരം കിട്ടിയത്. ഡാരൻ അസൈമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. സോ ഡാരൻ അസൈമോഗ്ലു,
സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ തുടങ്ങിയവരാണ് ഇക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 2024 നോബൽ പുരസ്കാര ജേതാക്കൾ എന്നുള്ള കാര്യം ഓർക്കുക. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നോബൽ പുരസ്കാരം ലഭിച്ചത്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ചുള്ള പഠനങ്ങൾക്കാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്രോഗ്രസും അല്ലെങ്കിൽ ഡെവലപ്മെന്റിനും സംബന്ധിച്ചുള്ള ആ ഒരു റിലേഷൻഷിപ്പിനുള്ളതാണ്. അത്തരം റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നോബൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. യൂറോപ്യൻ കോളനി വാഴ്ചക്കാർ സ്ഥാപിച്ച രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ ഡാരൻ അസെമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർ സ്ഥാപനങ്ങളും സമൃദ്ധിയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതായി നോബൽ പുരസ്കാര സമിതി വിലയിരുത്തി. സോ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കീവേഡ് സാമൂഹിക സ്ഥാപനങ്ങളും പുരോഗതിയും, ഇത് തമ്മിലുള്ള ബന്ധത്തിനാണ് ഇത്തവണത്തെ നോബൽ പുരസ്കാരം കിട്ടിയത്. ഈ 3 പേരും പഠിച്ചത് എന്തിനെ പറ്റിയാണ്? ഡാരൻ അസെമഗ്ലു, സൈമൺ ജോൺസണും ജെയിംസ് റോബിൻസണും പഠിച്ചത് സാമൂഹിക സ്ഥാപനങ്ങളും അഭിവൃദ്ധിയും തമ്മിലുള്ള ബന്ധത്തിനാണ്. സോ ആ ഒരു പഠനത്തിനാണ് ഇവർക്ക് നോബൽ പുരസ്കാരം, ഇക്കണോമിക്സിലെ നോബൽ പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക. കെമിസ്ട്രിയിലാണെങ്കിലും ഇക്കണോമിക്സിലാണെങ്കിലും 3 പേർക്കാണ് ഇത്തവണത്തെ 2024 നോബൽ പുരസ്കാരം കിട്ടിയത്. ആ 3 പേരും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇക്കണോമിക്സിൽ കിട്ടിയവർ ഡാരൻ അസെമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഇവർക്ക് ഏത് മേഖലയിലെ കോൺട്രിബ്യൂഷനാണ് നോബൽ പുരസ്കാരം കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സാമൂഹിക സ്ഥാപനങ്ങളും പുരോഗതിയും തമ്മിലുള്ള ബന്ധത്തിനാണ്, ആ മേഖലയിൽ അവരുടെ പഠനത്തിനാണ് അവർക്ക് നോബൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് സാഹിത്യത്തിലോട്ട് പോകാം. നമ്മൾ സയൻസ് വിഷയങ്ങളൊക്കെ തന്നെ കണ്ടു, ഇക്കണോമിക്സ് കണ്ടു. ഇനി ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ 2024 നോബൽ പുരസ്കാരം കിട്ടിയ വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. ഒരാളേ ഉള്ളൂ. സോ ഹാൻ കാങ് ആണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം 2024 കിട്ടിയ വ്യക്തി. നിങ്ങൾ 10th പ്രിലിംസിൻ്റെ 1ാം ഘട്ട പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻ കാങ്ങിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരിക്കാം. സോ വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നോബൽ പുരസ്കാരങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക. സോ ഹാൻ കാങ് ആണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം 2024 ലഭിച്ച വ്യക്തി. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലതകളെ തുറന്നു കാട്ടുകയും ചെയ്തതിനുള്ള അംഗീകാരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നോബൽ സമിതി ഹാൻ കാങ്ങിന് ഈ പുരസ്കാരം നൽകിയത്. സോ ഹാൻ കാങ്ങിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിക്ക് നോബൽ പുരസ്കാരം കിട്ടുന്നത്. സോ സൗത്ത് കൊറിയ എന്നുള്ളൊരു എഴുത്തുകാരിക്ക് ആദ്യമായിട്ടാണ് നോബൽ പുരസ്കാരം കിട്ടുന്നത്. അതവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ ഹാൻ കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന് 2016 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സോ ഹാൻ കാങ്ങിനെ പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായിട്ടാണ് ഹിസ്റ്ററിയിൽ തന്നെ, നോബൽ പുരസ്കാരങ്ങളുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരിക്ക് നോബൽ പുരസ്കാരം, സാഹിത്യത്തിന്, ലിറ്ററേച്ചറിനുള്ള നോബൽ പുരസ്കാരം കിട്ടുന്നത്. പിന്നെ ഹാൻ കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന ബുക്കിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഹാൻ കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന വർക്കിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ ഹാൻ കാങ്ങിലൂടെയാണ് ദക്ഷിണ കൊറിയയിലേക്ക് ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം എത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി നമുക്ക് സാഹിത്യം കണ്ടു, ഇനി നമുക്ക് സമാധാനം കാണാം. സോ സമാധാനത്തിനുള്ള 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് ഒരു ജാപ്പനീസ് സംഘടനയ്ക്കാണ്. ജപ്പാനിൽ നിന്നുള്ള ഒരു സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള, പീസിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത്. ഈ സംഘടനയുടെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിഹോൻ ഹിഡോങ്ക്യ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത്. ജപ്പാനിലെ ആണവ ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൻ ഹിഡാങ്ക്യോ. അപ്പോൾ ഈ സംഘടനയെ പറ്റി 10th പ്രിലിംസിൻ്റെ 2nd ഫേസിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സോ 10th പ്രിലിംസിൻ്റെ 2ാം ഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് 2024 നോബൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന ഏതാണെന്നുള്ളത്. ഉത്തരം നിഹോൻ ഹിഡാങ്ക്യോ ആണ്. ജപ്പാനിൽ ആണവ ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് USA ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബ് വർഷിച്ചിരുന്നു.
ന്യൂക്ലിയർ ബോംബ് വർഷിച്ചിരുന്നു. സോ അതിനെ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോങ് ഹിഡാങ്ക്യോ. ഇവരിപ്പം വേൾഡ് വൈഡ് ആയിട്ട് ലോകമാകെ തന്നെ ആണവ ബോംബിനെതിരെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇത്തരം വെപ്പൺസിനെതിരെയൊക്കെ തന്നെ പോരാടുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിഹോങ് ഹിഡാങ്ക്യോ. ലോകത്തെ ആണവായുധ മുക്തമാക്കുവാൻ പ്രവർത്തിക്കുന്നതിനാണ് ഇവർക്ക് ഈ അംഗീകാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ലോകത്തെ ആണവായുധ മുക്തമാക്കുവാൻ പ്രവർത്തിക്കുന്നതിനാണ് നിഹോങ് ഹിഡാങ്ക്യോന് 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ആണവയുക്തം അവസാനിപ്പിക്കുക, ആണവായുധങ്ങൾ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടെ 1956 രൂപീകൃതമായ ജപ്പാനിലെ പ്രധാന സംഘടനയാണ് നിഹോങ് ഹിഡാങ്ക്യോ. സോ നിഹോങ് ഹിഡാങ്ക്യോ 1956 രൂപീകരിക്കപ്പെട്ടത്. അത് ആണവ ബോംബാക്രമണത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. അവരിന്നും പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം ലോകത്തെ ആണവായുധ മുക്തമാക്കുക, ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത സമാധാനം നിലകൊള്ളുന്ന ഒരു ലോകമായി ലോകത്തെ മാറ്റുക എന്നുള്ളതാണ് നിഹോങ് ഹിഡാങ്ക്യോയുടെ ലക്ഷ്യം. സോ ആ ഒരു മേഖലയിൽ അവർ നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നിഹോങ് ഹിഡാങ്ക്യോയെ തേടി വന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2024 നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറ്റിയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയും കണ്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് പ്രധാനമായിട്ടും 6 മേഖലകളാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിനൽ സയൻസ്, പിന്നെ നമുക്ക് എക്കണോമിക്സ്, ലിറ്ററേച്ചർ, പിന്നെ സമാധാനം. സോ ഈ 6 മേഖലകളിലുള്ള വിന്നേഴ്സിനെ പറ്റിയും അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡ് അവരുടെ ഏത് കോൺട്രിബ്യൂഷന് വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് തന്നെ എല്ലാവരും നോക്കുക. ഇത് പല പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ട ചോദ്യമാണ് നോബൽ പുരസ്കാര ജേതാക്കളെ പറ്റിയുള്ളതും അവരുടെ സംഭാവനകളെ പറ്റിയുള്ളതും. അതുകൊണ്ട് തന്നെ ഒരു മാർക്ക് വെറുതെ നമുക്ക് ഇങ്ങനെ ലഭിക്കുവാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് നോബൽ പുരസ്കാരങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ കുറച്ച് സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു സമയം കണ്ടെത്തുവാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരുടെയും പ്രിപ്പറേഷനിൽ ഈ നോബൽ പുരസ്കാര ജേതാക്കളെ പറ്റിയുള്ള അറിവുകൾ ശേഖരിച്ചു വെക്കുവാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഇനി കാണാം. താങ്ക് യു.